വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമായി ഹരിമോഹൻ തയ്യാറാണ്. ഹരിമോഹൻ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ DNA സാമ്പിൾ ശേഖരിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി നമുക്ക് ലഭ്യമാവുകയാണ്. ഹരിമോഹൻ, വിശദാംശങ്ങൾ. സ്മൃതി, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. നേരത്തെ ഈ അതിജീവിതയുടെ പരാതിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അനുസരിച്ച് DNA പരിശോധനയ്ക്ക് അതിജീവിത തയ്യാറായി. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മെഡിക്കൽ ഏജൻസി രാഹുൽ മാങ്കൂട്ടത്തിനെ സമീപിച്ച സമയത്ത് DNA സാമ്പിൾ നൽകാൻ വേണ്ടി രാഹുൽ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് തന്നെ ആ പൊട്ടൻസി പരിശോധനയ്ക്ക് തയ്യാറായെടുത്തിരിക്കുന്നു. ആ പൊട്ടൻസി പരിശോധന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ പരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ പൊട്ടൻസി മെഡിക്കൽ പരിശോധന നടത്തി അതിൽ DNA പരിശോധനയ്ക്കായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കോടതിയെ പോലീസ് അറിയിച്ചിട്ടുള്ളത്. റിമാൻഡ് റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ്, മെഡിക്കൽ രേഖയായി മാറും ഈ പൊട്ടൻസി പരിശോധനയുടെ ഫലം, ഒപ്പം തന്നെ DNA പരിശോധനയുടെ ഫലവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് തന്നെ, അതായത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ സാമ്പിളുകൾ കൂടി എടുത്തുകൊണ്ട് ആദ്യം പൊട്ടൻസി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കോടതിയെ പോലീസ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. തന്റെ ഔദ്യോഗിക പദവി, അതായത് MLA എന്നുള്ള നിലയിലുള്ള, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലുള്ള ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് നിരവധി വീട്ടമ്മമാരെയും അവിവാഹിതകളായ യുവതികളെയും വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ആ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിട്ടുള്ളയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുകൂടി പറയുന്നുണ്ട്. മാത്രമല്ല ഈ കേസിലെ അതിജീവിതയുടെ നഗ്ന വീഡിയോകൾ പകർത്തിയിട്ടുള്ള പ്രതിയുടെ ഒന്നിലധികം മൊബൈൽ ഫോണുകളുണ്ട്. ഇവ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതിന് പ്രതിയുടെ സാന്നിധ്യം കൂടി വേണം, അതായത് കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ചാറ്റുകൾക്കപ്പുറത്തേക്ക് നഗ്ന വീഡിയോകൾ ചിത്രീകരിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതും ഒന്നല്ല, ഒട്ടേറെ ഫോണുകളിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒന്നിലധികം ഫോണുകളിൽ ഇത്തരത്തിൽ വീഡിയോകൾ ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സമാന രീതിയിലുള്ള കുറ്റകൃത്യം ആവർത്തിക്കാൻ സാധ്യതയുള്ള പ്രതിയാണ് എന്നുകൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന, തുടക്കം തന്നെ പറയുന്ന ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ബലാത്സംഗം, അതായത് പരാതിക്കാരിയെ ബലാത്സംഗം ചെയ്തുകൊണ്ട് കാമസംതൃപ്തി വരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രതി സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടത് തന്നെ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട്, വിശ്വാസമാർജിച്ചുകൊണ്ട്, വിവാഹം കഴിക്കാൻ താല്പര്യം കാണിച്ച് പ്രലോഭിപ്പിച്ചുകൊണ്ട് അതിജീവിതയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു, ഉപദ്രവിക്കുകയായിരുന്നു, ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ അതിജീവിതയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് വിശദമായാണ് ആ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ചൂണ്ടിക്കാണിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തത് എന്നുള്ളത് കൂടി അന്വേഷണത്തിനിടെ കണ്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല ഇതിൽ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് എവിടെയൊക്കെ വെച്ചാണ് ഇത്തരത്തിൽ ക്രൂരത കാണിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിജീവിത ഇതിനോടകം പറയുകയുണ്ടായി. ആ പറഞ്ഞ സ്ഥലങ്ങളിൽ കൂടുതൽ പരിശോധന രാഹുലിനെ കൊണ്ട് നടത്തണം, അതായത് തെളിവെടുപ്പ് നടത്തണം എന്നുള്ളത് കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ഒരു ഫോണുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അതിൽ പക്ഷെ പരിശോധന നടത്തുമ്പോൾ രാഹുലിന്റെ സാന്നിധ്യം കൂടി വേണം. കാരണം പാസ്വേഡ് അടക്കമുള്ളവ കൈമാറിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാഹുലിന്റെ സാന്നിധ്യം വേണം. അതുകൊണ്ടാണ് ഒരു തരത്തിലും രാഹുൽ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പരിശോധനാ ഫലം കൂടി, പൊട്ടൻസി മെഡിക്കൽ പരിശോധനാ ഫലം കൂടി പുറത്തു വരണം, DNA പരിശോധനാ ഫലം പുറത്തു വരണം. അങ്ങനെ ഒട്ടേറെ കടമ്പകൾ ഇത് സംബന്ധിച്ചുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ നിലവിലുള്ള സ്ഥിതിക്ക് ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഒരു തരത്തിലും പ്രതി പുറത്തേക്ക് ഇറങ്ങരുത്, സമാന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് പ്രതി കേരള നിയമസഭാ സാമാജികനും ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധമുള്ള ആളുമാണ്. ഈ പ്രതിയുടെ സ്വാധീനത്തിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യത ഇനിയുമുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു ഹാബിച്വൽ ഒഫൻഡറായ പ്രതിയെ പുറത്തുവിടരുത് എന്ന് പറയുന്നത്. സ്ഥിരം കുറ്റവാളി, അതായത് മുൻപ് 2 കേസുകളിൽ, സമാനമായ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. അതുമാത്രമല്ല ഈ കേസിന്റെ FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷവും, ഈ 2 കേസുകളുടെ FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷവും അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തി കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് ഈ കേസിലും അത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായിട്ടുള്ള കേസുകളിലെ അതിജീവിതമാരെ സൈബർ ബുള്ളിംഗ് നടത്തി അധിക്ഷേപം തുടരുന്നതും അതിജീവിതമാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അധിക്ഷേപം നടത്തിയിട്ടുള്ളതുമാണ്. പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ അതിജീവിതമാരുടെ ജീവൻ തന്നെ അപകടത്തിലാകാൻ സാധ്യതയുണ്ട് എന്നുകൂടിയാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. നിയമ നടപടികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒളിവിൽ പോയി കോടതിയുടെ തുടർ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യത അത് മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ട്. ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിന്റെ കണ്ണിൽ നിന്ന്
രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയി ദിവസങ്ങളോളം 2 ആഴ്ച കാലത്തോളം സംസ്ഥാനത്തിന് പുറത്ത് ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രതി എല്ലാ തരത്തിലും നിയമ നടപടികളെ അവഗണിക്കുന്ന, നിയമ നടപടികളുമായി സഹകരിക്കാത്ത വ്യക്തിയാണ്. അറസ്റ്റ് സമയം പ്രതിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള മൊബൈൽ ഫോൺ, അതിന്റെ സ്ക്രീൻ പാറ്റേൺ അല്ലെങ്കിൽ ലോക്ക് അവ പറഞ്ഞു തരുവാൻ വിസമ്മതിച്ചിട്ടുള്ളതാണ് പ്രതി. അതുകൊണ്ട് തന്നെ പ്രതി നിലവിൽ അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കുന്നു. പ്രതി അന്വേഷണത്തോട് സഹകരിക്കാത്തിടത്തോളം കോടതിക്ക് ജാമ്യത്തെക്കുറിച്ച് ആലോചിക്കുവാൻ കൂടി കഴിയില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഫോൺ ലോക്ക് ഏതെങ്കിലും നിലയിൽ മാറ്റിക്കഴിഞ്ഞാൽ രാഹുലിന് തിരിച്ചടിയാകുന്ന ഏതെങ്കിലും നിലയിലുള്ള കാര്യങ്ങൾ ആ ഫോണിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഇക്കാര്യത്തിലൂടെ അനുമാനിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അത് തിരിച്ചടിയാകുമെന്ന് അറിഞ്ഞിട്ട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഫോണിന്റെ പാസ്വേഡോ അല്ലെങ്കിൽ ലോക്കോ പാറ്റേണോ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകാതിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രതി ധാരാളം ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവയെല്ലാം തന്നെ കേസിന്റെ തെളിവിലേക്ക് ബന്ധവത്തിൽ എടുക്കുന്നതിന് വേണ്ടി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടി അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുകൂടിയാണ് പ്രോസിക്യൂഷൻ സൂചിപ്പിക്കുന്നത്. അതായത് പ്രതിയുടെ കസ്റ്റഡിയൽ ഇന്ററഗേഷൻ അനിവാര്യമാണ്. ആ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ മാത്രമല്ല, തെളിവെടുപ്പ് കൂടി നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ മറ്റന്നാളോടുകൂടി സമർപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ പ്രതിയിൽ നിന്ന് ഒട്ടേറെ വിവരങ്ങൾ, ഒട്ടേറെ കാര്യങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. സ്ഥലങ്ങൾ എത്തിക്കൊണ്ട്, അതായത് കൃത്യം നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിക്കൊണ്ട് തെളിവുകൾ ശേഖരിക്കുന്നതിനായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഓരോ സ്ഥലങ്ങളും, അതായത് അതിജീവിത കൃത്യമായി രേഖപ്പെടുത്തി സമയവും സ്ഥലവും സാഹചര്യവും അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അതിജീവിത നൽകിയിട്ടുള്ള മൊഴി, ആ മൊഴിയുടെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ സ്വകാര്യത മാനിച്ചുകൊണ്ട് പുറത്തുവിടാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും അതിൽ തന്റെ ഔദ്യോഗിക പദവി ഏതെങ്കിലുമൊക്കെ നിലയിൽ രാഹുൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. രാഹുൽ കാണാമെന്ന് പറഞ്ഞ രാഹുൽ തന്റെ കൃത്യം നടത്താൻ വേണ്ടി തെരഞ്ഞെടുത്ത സമയങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ ഏതെങ്കിലും പരിപാടികൾ നടക്കുന്ന സമയങ്ങളോ അത്തരത്തിലുള്ള സമയങ്ങളൊക്കെ തന്നെയാണ് എന്നുള്ളത് കൂടി അതിജീവിത കൃത്യമായി അത് എന്തൊക്കെയാണ് പരിപാടികൾ എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൊഴി നൽകിയിട്ടുണ്ട്. തുടക്കം മുതൽക്ക് തന്നെ ഭയപ്പാടുണ്ടായിരുന്ന അതിജീവിതയ്ക്ക് അതിന് ധൈര്യം നൽകിയത് ആദ്യത്തെ കേസും രണ്ടാമത്തെ കേസുമാണ്. കൂടുതൽ പേർക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇക്കാര്യത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ ഒരു ധൈര്യം കിട്ടി എന്നുള്ളതാണ് മൊഴിയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരു 2 കേസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ രാഹുലിനെതിരെ പരാതി നൽകാൻ താൻ ധൈര്യപ്പെടുമായിരുന്നില്ല. കാരണം പലരും ഈ ഔദ്യോഗിക പദവി ഇത്തരത്തിൽ ഉള്ളതുകൊണ്ട്, തന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി നൽകുന്നവരെ വലിയ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുകയും മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമെന്നുള്ളതാണ്. അതിജീവിതയ്ക്ക് തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്ന് അത് തിരിച്ചറിയാൻ കഴിയും. അമ്മയെയും അച്ഛനെയും സഹോദരങ്ങളെയും കൊലപ്പെടുത്തും, അപായപ്പെടുത്തും എന്നതടക്കമുള്ള ഭീഷണി പോലും രാഹുൽ മുഴക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആ മൊഴിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു അനുഭവമുള്ള ഒരു വ്യക്തി ഇപ്പോൾ പരാതി നൽകാൻ തയ്യാറാവുകയും ആ പരാതിയിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ള നീക്കത്തിലേക്ക് കൂടി ഇനിയിപ്പോൾ പോലീസിന് കടക്കേണ്ടതുണ്ട്. രാഹുലിനെ ഒരേ സമയം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം, തെളിവെടുപ്പ് നടത്തണം, ഇപ്പുറത്ത് അതിജീവിതയുടെ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തണം. ഇതിനോടകം തന്നെ അതിനുള്ള അപേക്ഷ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിട്ടുണ്ട്. ആ അപേക്ഷയിന്മേൽ അനുമതിയും ഏറെക്കുറെ നാളെയോ മറ്റന്നാളോ ആയി ലഭിക്കുമെന്ന് കൂടി കരുതുന്നു. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിജീവിത നാട്ടിലേക്ക് എത്തിക്കൊണ്ട് ആ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടിക്രമങ്ങളുമായി സഹകരിക്കുമെന്ന് കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ രാഹുലിന് കുരുക്കായി മാറും ഈ അന്വേഷണം, ഈ കേസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.